ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി. 28-29 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പേർ അവിടെ മരിച്ചു വീഴുന്നതൊക്കെ സാധാരണക്കാരാണ്. പക്ഷേ വളരെ ശക്തമായി ഹമാസ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അതിശക്തമായ തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരും എന്ന് ഹമാസ് പറയുകയും ചെയ്യുന്നു. ഹമാസ് പറയുന്നത് കരയുദ്ധം നടത്തുന്ന ഇസ്രായേലിനെ അടിച്ചു വീഴ്ത്തും എന്നാണ്. ഇസ്രായേലിന്റെ കരയുദ്ധത്തിൽ വലിയ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇസ്രായേല് തുടക്കത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊന്നും തന്നെ കരയുദ്ധത്തിൽ നടക്കുന്നില്ല, ഉദ്ദേശിച്ച ലെവലിൽ നടക്കുന്നില്ല. ഗാസയില് ഹമാസിന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ സാധാരണക്കാർ ആയിരക്കണക്കിന് മരിച്ചു വീഴുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഹമാസിനെ തുടച്ചു നീക്കും എന്നുള്ള ആ ഇസ്രായേലിന്റെ ആ ഒരു നീക്കം അല്ലെങ്കിൽ ആ ഒരു വാക്ക് അത് ഉദ്ദേശിച്ച ലെവലിൽ അത് നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇസ്രായേലിന്റെ അക്രമങ്ങൾ ഹമാസിന്റെ ബങ്കറുകളിൽ എത്തുന്നുണ്ട്. പല ബങ്കറുകളും അവർക്ക് കടന്നാക്രമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ വീണ്ടെടുക്കാനും അതുപോലെ ഹമാസിനെ തുടച്ചു നീക്കാനും മാത്രം കഴിയുന്നില്ല. വളരെ പെട്ടെന്ന് ഹമാസിനെ കീഴടക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ പൗരന്മാർ അല്ലെങ്കിൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ മോചിപ്പിച്ചെടുക്കും എന്ന് പറഞ്ഞാണ് കരയുദ്ധം തുടങ്ങിയത്. വളരെ പെട്ടെന്ന് തുടങ്ങിയത്, ഈ വ്യോമാക്രമണമൊക്കെ തുടങ്ങിയത്. പക്ഷേ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹമാസ് പറയുന്നു ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കും, ഏതറ്റം വരെയും തുടരും, ഒരു കാരണവശാലും ഇസ്രായേലിന് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. ലെബനീസ് ചാനലായിട്ടുള്ള LBCA അതിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഹമാസിന്റെ ഒരു വക്താവ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് നമ്മൾ നേരത്തെ കേട്ടത്. അതായത് ചാലഞ്ചിങ് ആണ്, ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, ഇസ്രായേലിന് മുന്നിൽ തോറ്റുകൊടുക്കുന്ന പ്രശ്നമില്ല, മരിക്കുന്ന ഓരോ മരണങ്ങളും പലസ്തീനുകൾ മരിക്കുന്ന ഓരോന്നും രക്തസാക്ഷിത്വമാണ് എന്നാണ് അവർ പറയുന്നത്. അതിലവർ അഭിമാനം കൊള്ളുന്നു അത്രേ. അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ പലസ്തീൻ മണ്ണിൽ പലസ്തീന്റെ പാവങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. അവർ വലിഞ്ഞു കയറി വന്നവരാണ്, അവർക്ക് അഭയം കൊടുത്തവരാണ് പലസ്തീനികൾ. പലസ്തീൻ യഥാർത്ഥത്തിൽ അധിനിവേശത്തിന്റെ, ഇസ്രായേലികളുടെ അധിനിവേശത്തിന്റെ ഇരകളാണ്. ആ അധിനിവേശം നിർത്തണം, പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാകണം, അത് തീരുന്നത് വരെ, ഇതാകുന്നത് വരെ വിശ്രമമില്ല എന്ന് ഹമാസ് ഉറപ്പിച്ചു പറയുന്നു. ഒന്നുകൂടി ഹമാസിന്റെ വക്താക്കൾ പറയുന്നുണ്ട്, അറബിക് ഇസ്ലാമിക ലോകം, ആ ലോകത്തിന് ഒരു വലിയ ഭീഷണിയാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം. ആ ഭീഷണി ഇല്ലാതാകുന്നത് വരെ ഈ പ്രതിരോധവും ഈ എതിർപ്പും തുടരും എന്നും ഹമാസിന്റെ വക്താവ് പറയുന്നുണ്ട്. കഴിഞ്ഞ ഏകദേശം ഒരു മാസമായി വ്യോമാക്രമണം നടത്തുമ്പോൾ ഗാസയിൽ കൊല്ലപ്പെട്ടത് 10,000-ഓളം സാധാരണക്കാരാണ്, പാവങ്ങളാണ്. ഹമാസിൽ നിന്ന് 1000-ഓളം പേര് മരിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട്. ഹമാസിന്റെ ബങ്കറുകൾ ഇസ്രായേൽ സേന പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ഹമാസ് എന്തൊക്കെ ചെയ്തിട്ടും പിന്നോട്ട് പോകുന്നില്ല. അതിനർത്ഥം എന്താണ്? ഒരു കാരണവശാലും ഒരു കോംപ്രമൈസും തയ്യാറാകുന്നില്ല 2 വർഷം എന്ന് പറയുമ്പോൾ പലസ്തീനിൽ, ഗാസയിൽ ഇനിയും ആയിരങ്ങൾ മരിച്ചു വീഴും എന്ന് തന്നെയാണ് കാണേണ്ടത്. അതിന്റെ സൂചനയാണ് ഇപ്പോൾ കാണുന്ന ഈ തർക്ക വിതർക്കങ്ങളെല്ലാം. ഇസ്രായേൽ പറയുന്നത് ആര് പറഞ്ഞാലും, ഏത് വിധത്തിൽ പറഞ്ഞാലും ഹമാസിനെ പൂർണ്ണമായും ഒതുക്കാതെ, നശിപ്പിക്കാതെ, ഉന്മൂലനം ചെയ്യാതെ ഞങ്ങൾ ഈ യുദ്ധം നിർത്തില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഇസ്രായേൽ ഉറപ്പിച്ചു പറയുമ്പോഴും ലോകമെമ്പാടും ഈ ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയെ കൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള ജനരോഷം വർദ്ധിച്ചു വരുന്നുണ്ട്. അതും ബെഞ്ചമിൻ നെതന്യാഹു അറിയുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു അഴിമതി, അത് സംബന്ധിച്ചുള്ള കോടതി വിധി വരാനിരിക്കുന്നു. അതുപോലെ ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമിച്ചതിലുള്ള നാണക്കേട്, ആ സുരക്ഷാ വീഴ്ച, അതിനെക്കുറിച്ച് സമാധാനം പറയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഏത് വിധേനയും ഇല്ലാതാക്കി തുടച്ചു നീക്കി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം തടി ഊരാനായിരിക്കും ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാശിയെടുത്ത് ഇങ്ങനെ നിൽക്കുന്നതും. ഇസ്രായേലിന്റെ കരസേന ഹമാസിന്റെ താവളങ്ങൾ, അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകൾ ഇതൊക്കെ പിടിച്ചെടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇസ്രായേലിന്റെ കരസേനയ്ക്ക് ആൾനാശം ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി ഏകദേശം 327 പട്ടാളക്കാർ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ കരയുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു. അതായത് ഇസ്രായേലിന്റെ ഭാഗത്തും വലിയ നഷ്ടമുണ്ട്. ഹമാസ് പറയുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് വരുന്ന അവർക്ക് നഷ്ടപ്പെടുന്ന വലിയ നഷ്ടങ്ങൾ അവർ നാണക്കേട് ഭയന്ന് അവർ പുറത്തേക്ക് പറയുന്നില്ല എന്നാണ്. 200 പേരെയാണ് ഹമാസ് ബന്ദികളാക്കി വെച്ചിട്ടുള്ളത്. ആ 200 പേർക്ക് വേണ്ടി 10,000 പേരെ ഇതുവരെ കൊന്നുകളഞ്ഞു ഇസ്രായേൽ. ഇത് ഏതാണ് ഇതിന്റെ കണക്ക്, അല്ലെങ്കിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ഹമാസ് പറയുന്നത് ഞങ്ങളുടെ 6,000-ഓളം പേർ എന്ത് കാരണമെന്നറിയാതെ വിവിധ കാലങ്ങളിലായി ഇസ്രായേലിന്റെ ജയിലുകളിൽ കഴിയുന്നുണ്ട്, അവരെ വിട്ടുതരണം, അവരെ വിട്ടുതന്നാൽ ഈ 200 പേരെ വിട്ടുതരാമെന്നാണ്. അതിനാകട്ടെ ഇസ്രായേൽ തയ്യാറുമല്ല. പകരം ഗാസയില് ബോംബിട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ദിവസവും ആൾക്കാർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഇസ്രായേലിനെ എരികേറ്റി കൊടുത്ത കുറച്ച് രാജ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്ക ഇപ്പോൾ
മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അമേരിക്ക നാണം കെടുന്നു എന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് പറയുന്നു ഒന്ന് നിർത്തൂ എന്ന്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു അത് കേട്ട ഭാഗമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് ലോകത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കും. ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ലോകത്തിൽ നമ്മളും നിങ്ങളും അടക്കം മുഴുവൻ ആൾക്കാർക്കും ഇത് പ്രശ്നമുണ്ടാക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല ഇതിങ്ങനെ വിട്ടുവീഴ്ചയില്ലാതെ തുടർന്നു പോയാൽ ഗസയിലെ സാധാരണക്കാരുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവന് അത് നഷ്ടപ്പെടുത്തുന്നവർ സമാധാനം പറയേണ്ടിയും വരും.